എല്ലാവർക്കും ടെക് ലേമറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിവോ T3 ലൈനിനെ കുറിച്ചാണ്. സോ ഈ സ്മാർട്ട് ഫോൺ നമുക്ക് ഇന്ന് ലോഞ്ച് ആയിട്ടുണ്ട്, 12 മണിക്ക് ലോഞ്ച് ആയി. സോ നോക്കാം സ്മാർട്ട് ഫോണിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാം, എങ്ങനെയുണ്ട് ഈ സ്മാർട്ട് ഫോൺ നോക്കാം, പ്രൈസ് റേഞ്ചിൽ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് നമ്മൾ ഡിസൈൻ നമ്മൾ നോക്കുവാണെങ്കിൽ 8.53 മില്ലിമീറ്റർ ആണ് തിക്നെസ് വരുന്നത്, 185 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്, പ്ലാസ്റ്റിക് ബാക്ക് ആണ്, പ്ലാസ്റ്റിക് ഫ്രെയിം വരുന്നുണ്ട്, IP64 റേറ്റിംഗ് ആണ് വരുന്നത്, പിന്നെ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാൻ ആണ് വരുന്നത്. സോ കാണാനൊക്കെ അത്യാവശ്യം ഭംഗിയൊക്കെ ഉള്ള സ്മാർട്ട് ഫോൺ ആണ്. ഒരു ലോ എൻഡ് സ്മാർട്ട് ഫോൺ തോന്നുന്നില്ല, ബാക്കിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു 15,000 റേഞ്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ. കാണുന്ന ലുക്കൊക്കെയാണ് ഈ സ്മാർട്ട് ഫോൺ, അത്ര മോശം ആരും പറയത്തില്ല. പിന്നെ നമുക്ക് സാധാരണ നമ്മുടെ സ്പീക്കറിന്റെ ഗ്രില്ല് താഴെയല്ല വരാറ്, ഇതിന്റെ മേളിലാണ് വരുന്നത്. സോ പെട്ടെന്ന് നമ്മൾ ഈ ഫോട്ടോ കാണുമ്പോൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്നൊക്കെ വിചാരിക്കും മേളിൽ നിന്ന് കാണുമ്പോഴൊക്കെ. സോ അതല്ല, സിംഗിൾ സ്പീക്കറേ ഉള്ളൂ. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്രോഫോൺ വരുന്നില്ല, അതൊരു കുഴപ്പം തന്നെയാണ്. സോ അല്ലാണ്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി ഒക്കെ ഉണ്ട്, IP64 റേറ്റിംഗ്, ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ വരുന്നുണ്ട്. ഇനി ഡിസ്പ്ലേ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6.56 ഇഞ്ചിന്റെ ഒരു ഡ്യൂ ഡ്രോപ്പ് നോച്ച് ആണ് വരുന്നത്. HD+ ആണ്, 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, IPS LCD ആണ്, 180 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും 840 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. സോ ഡ്യൂ ഡ്രോപ്പ് നോച്ച് ഈ പ്രൈസ് റേഞ്ചിൽ ഇപ്പം 2021 വളരെ ഓൾഡ് ഫാഷൻ ആണ്. കാരണം ഈ പ്രൈസിൽ മിക്ക സ്മാർട്ട് ഫോൺസും പഞ്ച് ഹോൾ ക്യാമറയൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ചിലരൊക്കെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇച്ചിരി ഡിസപ്പോയിന്റ് ആയിപ്പോയി, പഞ്ച് ഹോളെങ്കിലും കൊടുക്കായിരുന്നു. അല്ലാണ്ട് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല, മിക്ക സ്മാർട്ട് ഫോൺസ് ഈ പ്രൈസ് റേഞ്ചിൽ HD+ ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്, പിന്നെ 3.5 മില്ലിമീറ്റർ ജാക്ക് വരുന്നുണ്ട്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അത്യാവശ്യം കുഴപ്പമുണ്ടാവത്തില്ല, ഹെഡ്ഫോൺ ജാക്ക് ഉള്ളതുകൊണ്ട് തന്നെ. അല്ലാണ്ട് ഒരു ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുക്കുമായിരുന്നെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയേനെ, കാരണം ഈ പ്രൈസ് റേഞ്ചിലുള്ള ചില സ്മാർട്ട് ഫോൺസ് കൊടുക്കുന്നുണ്ട്. ഇനി പെർഫോമൻസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ MediaTek Dimensity 6300 ആണ് വരുന്നത്, 6 നാനോമീറ്റർ പ്രോസറാണ്, 2 Cortex A78 ആണ് വരുന്നത് പെർഫോമൻസ് സ്കോർ ആയിട്ട്, പിന്നെ 6 Cortex A55 വരുന്നുണ്ട്, 2 GHz എഫിഷ്യൻസി കോഴ്സ്, Mali G57 MC2 ആണ് GPU വരുന്നത്. പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ LPDDR4X റാമും eMMC 5.1 എന്താ പറയുക സ്റ്റോറേജ് ആണ് വരുന്നത്. eMMC 5.1 സ്റ്റോറേജ് സ്ലോവർ ആണ്. അതുമല്ല ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല, ഇപ്പൊ പുതിയ ഫോൺ ആകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുറെ സ്റ്റോറേജ് ഒക്കെ നമ്മൾ എന്താ പറയുക സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് വരും, കുറച്ച് സ്ലോ ഒക്കെ ആയി തുടങ്ങും. അതാണ് eMMC ഫോൺ എടുക്കരുത്, കുറച്ച് കഴിയുമ്പോൾ പണി കിട്ടും. പിന്നെ ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. സോ മെമ്മറി കാർഡ് ഇടാൻ പറ്റും, നമുക്ക് ഒരു സിം അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് ഇടാൻ പറ്റും. പിന്നെ നമ്മൾ ആറ്റിറ്റ്യൂഡ് സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ ടോട്ടൽ 4,47,617 ആണ് വരുന്നത്. CPU ആണെങ്കിൽ 1,60,992, GPU 64,781 ആണ് വരുന്നത്. Geekbench 6 ആണെങ്കിൽ സിംഗിൾ 813, മൾട്ടി 2,135. ഈ പ്രോസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള ഒരു 5G പ്രോസർ ആണ്. BGML നമുക്ക് ഒരു 40 FPS ഗെയിമിംഗ് ഒക്കെ പറ്റും, ഡേറ്റ ടാക്കൊന്നും ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ഇത് നമ്മൾ ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു 2 ക്യാമറയാണ് പുറകിൽ വരുന്നത്. നമുക്കൊരു പ്രൈമറി ഒരു 50 മെഗാ പിക്സൽ f1.8 ആപ്സിൽ വരുന്ന ഒരു സോണി സെൻസറാണ്. ഏത് സെൻസറാണെന്ന് പറഞ്ഞിട്ടില്ല, മോസ്റ്റ് പ്രോബബിലി സോണി IMX852 ആനാണ് ചാൻസ് കൂടുതൽ. പിന്നെ 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറാണ്. പിന്നെ പ്രൈമറി സെൻസറിൽ ഫുൾ HD 30 FPS 1080p 30 FPS പറ്റത്തുള്ളൂ. ഫ്രണ്ട് ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 8 മെഗാ പിക്സൽ ആണ് വരുന്നത്, f2.0 ആപ്പച്ചർ വരുന്നൊരു സെൽഫി ക്യാമറയാണ്. അവിടെ 1080p 30 FPS ആണ് വരുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ വേറെ ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും ബെറ്റർ സ്പെക്ക് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ക്യാമറ സ്പെക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫോണുകളൊക്കെ ഉണ്ട്. നമുക്ക് ഞാൻ ലാസ്റ്റ് പറയാൻ കാര്യങ്ങളൊക്കെ. ഇനി ഓസിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ Android 14 ആണ് വരുന്നത്, ഫൺ ടച്ച് OS 14 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട്. 2 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. ബ്രോഡ്ബാൻഡ്സും കാര്യങ്ങളൊക്കെ എന്തായാലും കാണും, ആഡ്സും കുറച്ചൊക്കെ കാണും. എന്തായാലും നമ്മൾ കുറച്ച് സമയം എടുക്കേണ്ടി വരും, ഫോൺ ഇരുന്ന് പണിത് അൺഇൻസ്റ്റാളൊക്കെ ചെയ്തിട്ട് വേണം ഫോൺ ഉപയോഗിക്കാൻ. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഡിസപ്പോയിൻമെന്റ് അടുത്ത് വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്, അതിലല്ല പ്രശ്നം. 15 വാട്ട് ചാർജിംഗ് ആണ്, സ്ലോവർ ആണ്. 5000 mAh ചാർജ് ചെയ്യാൻ 5000 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ നല്ല സമയം എടുക്കും. അത് മാത്രമല്ല നമുക്ക് ഇതിന്റെ കൂടെ ഫോണിന്റെ കൂടെ ചാർജർ കിട്ടത്തില്ല, എക്സ്ട്രാ വാങ്ങിക്കണം. ഒരു കോംബോ ആയിട്ട് ഒരു കൊടുക്കുന്നുണ്ട്, അതൊരു 10 വാട്ട്സിന്റെ ചാർജർ 300 രൂപയ്ക്ക് കണ്ടുപോയി കൊടുക്കുന്നുണ്ട്. വളരെ ഒരു പ്രശ്നം, വലിയൊരു പ്രശ്നമായിപ്പോൾ അവർക്ക്. 300 രൂപയ്ക്ക് 10 വാട്ടിന്റെ ചാർജറാണ് ഒരു കൊടുക്കണതിന്റെ കൂടെ. 15 വാട്ട് ചാർജർക്ക് എത്ര മണിക്കൂർ എടുക്കുമെന്ന് എനിക്ക് അറിയായിരിക്കും, 2-2.5 മണിക്കൂറെങ്കിലും എടുക്കും. 10 വാട്ടും കൂടി ആകുമ്പോൾ എത്ര മണിക്കൂറെന്ന് എനിക്കറിയാൻ പാടില്ല, 3 മണിക്കൂറാണ് എനിക്കറിയാൻ പാടില്ല, അത്രയും കൊടുക്കുമായിരിക്കും ചാർജ് ആവാനായിട്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ ഇത്ര ഡിസപ്പോയിന്റ് ആയി. പിന്നെ കണക്ടിവിറ്റി കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 8 5G ബാൻഡ് ആണ് വരുന്നത്, ബ്ലൂടൂത്ത് 5.4 വരുന്നുണ്ട്, Wi-Fi 5 ആണ് വരുന്നത്, 3.5 മില്ലിമീറ്റർ ജാക്ക് വരുന്നുണ്ട്, USB Type-C 2.0 ആണ് വരുന്നത്. കണക്ടിവിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൈസിന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 2 വേരിയന്റ് ആണ്, 4GB 128-ന് 10,500, 6GB 128-ന് 11,500 ആണ് വരുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ ഇതിന്റെ ഏറ്റവും വലിയൊരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ Moto G34 ആണ്.
അതായിട്ട് ഇത് പിടിച്ചിരിക്കാൻ ഇത്തിരി പാടുപെടും, കാരണം അത്യാവശ്യം ഫീച്ചേഴ്സ് അതിന് കൂടുതലാണ്. സോ നമുക്ക് അടുത്ത ദിവസം അതിനോടൊരു കമ്പാരിസൺ നമുക്ക് ചെയ്യാം. സോ ഇതിന്റെ പ്രശ്നങ്ങൾ ഞാൻ പറയുന്നതായും തന്നെ, ഒന്ന്, ഇനി ജൈറോസ്കോപ്പ് ഇല്ല. സോ ഗെയിമേഴ്സ് ജൈറോസ്കോപ്പ് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫോണിട്ട് പോകണ്ട, ഇനി ജൈറോസ്കോപ്പ് ഇല്ല. സെക്കൻഡറി കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഈ സ്മാർട്ട് ഫോൺ ഇല്ല. അതൊരു പ്രശ്നം തന്നെയാണ്. ഇതൊരു ഫോണാണ്, അത്യാവശ്യം നമുക്ക് ഫോൺ വിളിക്കാനാണ് പ്രൈമറി ഫോൺ ആവശ്യം. സോ അതിന് സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരാൾ വിളിക്കുവാണെങ്കിൽ അപ്പുറത്തവൻ ഈ നമ്മുടെ ഈ എൻവയൺമെന്റൽ നോയിസ് ഒക്കെ അവന് കേൾക്കേണ്ടി വരും. പിന്നെ eMMC 5.1 സ്റ്റോറേജ് ആണ് വരുന്നത്. UFS 2.2 കൊടുക്കായിരുന്നു. പല സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സും ഈ പ്രൈസിന് UFS 2.2 കൊടുക്കുന്നുണ്ട്. അതൊരു അടുത്ത പ്രോബ്ലം. ഇപ്പം തന്നെ 15 വാട്ട്സ് ചാർജറാണ് ഇവർ പറയുന്നത്, പക്ഷേ ബോക്സിൽ കൊടുത്തിട്ടില്ല. ഓൾറെഡി സ്ലോ ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബോക്സിലും കൊടുത്തിട്ടില്ല. അത് വേറെ പ്രശ്നം. പിന്നെ സിംഗിൾ സ്പീക്കറാണ്. ഇതൊക്കെയാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രശ്നം. സോ ഈ സ്മാർട്ട് ഫോൺ എടുക്കണമെന്ന് ചോദിച്ചാൽ എൻ്റെ രീതിയിൽ പറഞ്ഞാൽ എടുക്കണ്ട, വെയിറ്റ്. ഇതിനു വേണ്ടി നിങ്ങൾ നോക്കണ്ട, നേരെ പോയി മോട്ടോ G34 എടുക്കണമായിരിക്കും ഇതിനേക്കാളും ബെറ്റർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം നമുക്ക് എന്തായാലും മോട്ടോ G34 ആയിട്ട് കമ്പാരിസൺ എന്തായാലും ചെയ്യാം. സോ ഗായ്സ്, അപ്പോൾ നിങ്ങളെ സജഷൻസും കാര്യങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രൈസ് റേഞ്ചിൽ വേറെ ഏത് സ്മാർട്ട് ഫോണാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, പിന്നെ വേറെ ഏത് സ്മാർട്ട് ഫോണായിട്ടാണ് കമ്പാരിസൺ വേണ്ടതെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. സ്മാർട്ട് ഫോൺ വേറെ സ്മാർട്ട് ഫോണൊക്കെയാണ് കമ്പാരിസൺ വേണ്ടത് താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ എന്നൊക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം.